മണിച്ചേട്ടൻ നീളാൻ പാടിട്ടല്ലേ അദ്ദേഹത്തിന്റെ സംഗീതം നീളട്ടെ. അപ്പൊ ഈ നാടൻ പാട്ട് ശ്യാമ ഈ കോറസ് ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്താലോ? പാലപ്പുറം പാടാൻ റെഡിയാണോ? പുറകില് റെഡിയല്ല? ശ്യാമ തുടങ്ങിയ സത്യം പറഞ്ഞ ഇവിടെ ഇത്രയും ജനങ്ങൾ ഇപ്പോഴാ കാണുന്നത്. പാലപ്പുറം സുഖാണോ? അപ്പൊ ആക്ച്വലി നന്നായിട്ട് അവിടെ തടിച്ചുകൂടി. അപ്പൊ ആക്ച്വലി രണ്ട് സൈഡിനുള്ള ഒരു വകയായിട്ടുണ്ട് ശ്യാമൻ. അത് അപ്പൊ അസ്ലമേ നീയും വാ. ആക്ച്വലി ഈ കോറസ് ഒരു മത്സരം വെച്ചാലോ പാലപ്പുറം? അപ്പൊ ഈ ഇങ്ങനെ ഒരു വരമ്പ് കിടക്കുന്നുണ്ട്. ഇതിനപ്പുറം ഒരു ടീം, ഇതിനപ്പുറം ഒരു ടീം. റെഡിയാണോ? ആക്ച്വലി ഈ ടീമിന് കുറച്ച് കനം കൂടുതലാണ്. നമ്മുടെ മക്കളൊക്കെ അവിടെ നിന്ന് തിരിയുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ മോശമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ രണ്ട് ടീമാകാൻ പോവാ. അവൻ ചേട്ടന്റെ കൂടെ കൂടി, അവന്റെ കൂടെ ഈ കാര്യം കുഴപ്പമില്ല. നമ്മള് ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് നമ്മളൊരു ടീമാക്കാൻ പോവാ. റെഡിയാണോ? ശ്യാമ ആ സൈഡിൽ നിൽക്കൊണ്ട് ശ്യാമ ഒരു ടീം. അപ്പൊ ഇതൊക്കെ തമാശയാണ്. ഇങ്ങനെയല്ല പ്രോഗ്രാമിനൊക്കെ അല്ലേ ഇത് തമാശ കളിയൊക്കെ ഉണ്ടാവുള്ളൂ. ശ്യാമേ, അപ്പൊ നിങ്ങളാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങിയാലോ? കേട്ടോ? ആദ്യം ഈ ടീം തുടങ്ങട്ടെ. ശ്യാമ തുടങ്ങി. നന്നായി പാടി. ഈ കേട്ടോ നമ്മുടെ ശബ്ദം. റെഡിയാണോ? അതാണ് നമ്മുടെ ടീം. അതൊരു സ്റ്റാർട്ടിംഗ് ട്രബിളായിരുന്നു. സ്റ്റാർട്ടിംഗ് ട്രബിൾ കുഴപ്പമില്ല. നമ്മൾ എത്ര വേണമെങ്കിലും ക്ഷമിക്കാൻ തരാം. നമ്മൾ 12 മണി വരെ ഈ മത്സരം നടന്നാൽ മതിയാണ്. മനസ്സിലായില്ലേ നമുക്ക് എങ്ങനെ പറഞ്ഞത്? ഇതിന് മോളിൽ പാടി കൊടുത്താലോ? റെഡിയാണോ? 1 2 3 4. അമ്മ അടുക്കളയിലൊക്കെ ചീത്ത പറയണ കേൾക്കുമ്പോ ആ ശബ്ദമൊക്കെ എനിക്ക് അറിയാം. എന്നാൽ ഇവിടെ നിന്ന് എടുക്കില്ല. എല്ലാരും കാണുമ്പോൾ ചമ്മല്. നിങ്ങൾ നന്നായി പാടി. ഞാൻ കഴിഞ്ഞ എന്റെ പരിപാടി കലങ്ങിയില്ല. നമ്മള് കാലയ്ക്ക് മകളെ എല്ലാവർക്കും. ശ്യാമേ, ഒരു പരിഹാരം ഉണ്ടോ നോക്ക്. ഫിനാലെ നടത്താൻ പോവാ. അപ്പൊ ഫസ്റ്റ് കിട്ടുന്ന ടീമിന് പാലപ്പുറം ദേശക്കാരുടെ വക നാളെ ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരേ നോട്ടം. ഇവനെ വിളിച്ചത് കഷ്ടകാലായിരുന്നു. ഓക്കെ, തമാശ പറഞ്ഞ എന്നാലും കുഴപ്പമില്ല. അവസാനത്തെ മകളെ എന്തോന്നല്ല നിക്ക് പാടിക്കൂടുക. ഞങ്ങൾ ഇവിടെ റെഡിയാണ് മൊത്തം. അപ്പൊ ഫിനാലെ നടക്കാൻ പോവാ. ശ്യാമേ, ഒരു റഫറിനെ വെക്കണോ? ഏറ്റവും നന്നായി പാടുന്ന വേണോ? നോണ പറയാത്തത് ആരാള് ഈ കമ്മിറ്റി ഓഫീസില്? ആര്? എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു കളിച്ചോണ്ടിരിക്കുക. ഒരാളും ഇല്ല നോണ പറയാത്തവര്. ശരി, കുഴപ്പമില്ല. അത്യാവശ്യം സത്യം പറയുന്ന അറിയിലുണ്ടെങ്കിൽ എന്നാ ഒരു ഇവിടുത്തെ ഏറ്റവും പ്രബലം നമ്മുടെ പ്രസിഡന്റ് ആരാ? പ്രസിഡന്റിനൊന്ന് വിളിക്കട്ടെ. പ്രസിഡന്റ് പേര് എനിക്ക് തന്നിരുന്നു. മനോജേട്ടൻ വന്നിട്ടാണ് സെക്രട്ടറി എന്നറിയാം. മറ്റേ പേപ്പർ കൂടെ മണികണ്ഠൻ ചേട്ടനെ വിളിക്കാം. നമുക്ക് പ്രസിഡന്റ് അല്ലാതെ വേറെ ആരാ? അദ്ദേഹമാണ് ഏറ്റവും നന്നായി സത്യം പറയുന്നത്. ഒന്നല്ലേ നമ്മുടെ പ്രസിഡന്റ് ഒന്ന് കൈകൊട്ടിക്കുക. അതൊക്കെ
അതൊക്കെ ഞാൻ നിൽക്കട്ടെ. നിങ്ങൾ ഈ ഉത്സവമൊക്കെ നിന്നിവിടെ ഇത് ഇങ്ങനത്തെ ലൈറ്റും ഇതൊക്കെ കണ്ടു, ഈ സങ്കട ഇതിന്റെ പുറകിൽ നിൽക്കുന്ന കമ്മിറ്റി ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തായാലും ലാസ്റ്റ് പാട്ടിനെ കണ്ടു മുമ്പ് ഇവരെല്ലാവരും വിളിക്കും. അപ്പൊ ഈ പ്രസിഡന്റ് എല്ലാവരും കാണും. കാരണം എന്തോരം ബുദ്ധിമുട്ടിയിട്ടാവും ഇവർ സ്പോൺസർമാരെ ഉണ്ടാക്കുന്നതും ഇതിന്റെ ഓരോരോ ശബ്ദവും ലൈറ്റും വെളിച്ചവും ഇവരൊക്കെ ഒക്കെ ഒന്ന് കൈകൊട്ടിക്കുക നമ്മുടെ മണികണ്ഠൻ ചേട്ടാ. അപ്പൊ കാര്യം ശരിയാ, ഭാര്യയെടുത്തും ചേച്ചിയെടുത്തൊക്കെ നുണ പറയാറുണ്ട്. ഇവിടെ ഒന്ന് സത്യം പറയുന്നു. പറയാൻ റെഡിയാണ് മണികൻ ചേട്ടൻ. അപ്പൊ റഫർ റെഡിയാണ്. നമ്മൾ തമാശ പറഞ്ഞേട്ടാ. പാടി നിങ്ങൾ തുടങ്ങി, ഫിനാലെ തുടങ്ങാം. റെഡിയല്ല? മണികണ്ഠൻ ചേട്ടൻ അവസാനം റഫറിയാണ്. ഒന്ന് ഉറക്കെ പാടോ, ജയിക്കട്ടെ നമുക്ക്. സത്യം പറയട്ടെ, ഇപ്പോഴാണ് നിങ്ങൾ നന്നായി ഉറക്കം പാടിയത്. നിങ്ങൾ പാടിയത് നന്നായിട്ട്. പക്ഷെ നമ്മൾ മത്സരം കഴിഞ്ഞു. അപ്പൊ റഫറി ആയിട്ടുള്ള നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഈ പ്രോഗ്രാമിന്റെ മത്സരം കേട്ടിരിക്കുന്നു. മണികണ്ഠൻ ചേട്ടൻ നല്ലതാണെങ്കിൽ ഏത് സൈഡിനെ ഇങ്ങനെ കാണിച്ചാൽ ഈ സൈഡ് ജയിക്കും, ഇങ്ങനെ കാണിച്ചാൽ ഈ സൈഡ് ജയിക്കും. അപ്പൊ മണികണ്ഠൻ ചേട്ടൻ റെഡിയാണോ? അപ്പൊ നമ്മൾ നമ്മുടെ ഇവിടെ മുമ്പിൽ നിൽക്കണം. അപ്പൊ റെഡി, മണികണ്ഠൻ ചേട്ടൻ കാണിക്കാൻ പോണ്. 1 2 3. അത് ഇത്തിരി സങ്കടം. ആരും ശരിയാണ്, സ്വയരക്ഷയാണ്. കാര്യം ശരി, ഇതാണ് യഥാർത്ഥ ഒരു നേതാവിന്റെ. കുറച്ച് നുണ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സന്തോഷമായില്ല. താങ്ക് യു മണികണ്ഠൻ ചേട്ടാ. എന്നാലും വിഷമമായി ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങള് തൊണ്ട തുറന്ന് കീറി പാടി അല്ല. എല്ലാവരും ഒന്ന് പ്രസിഡന്റ് കൈകൊണ്ടിരിക്കുക. നല്ലൊരു പ്രസിഡന്റ് ആണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നാലും നമുക്ക് കുറച്ച് മുൻതൂക്കം ഉണ്ടല്ല. ആരുമില്ല, നിങ്ങൾ നന്നായി പാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വാക്കാര് കൈ ഗംഭീരം. അപ്പൊ ഇതൊരു മത്സരമാണ് കേട്ടോ. തമാശയാണ്. അമ്മ സീരിയസ് ആയിട്ട് എടുത്തോ? എന്നെ ചീത്ത അറിയോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് പാടിയില്ല. 1 2 3 4. കുറച്ചധികം പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു പാട്ടുകാരി ഒറ്റപ്പാലക്കാരിയാണല്ലോ. ഒറ്റപ്പാലക്കാരി വന്നിട്ട് നമ്മുടെ വേറെ ആരുമില്ല, നമ്മുടെ ശശിയേട്ടന്റെ മകളാണ് തുഷാര ശശി. എല്ലായിടത്തും കൈകൊണ്ടിക്ക. നമ്മുടെ ഒറ്റപ്പാലക്കാരിയാണ്. അപ്പൊ കുറച്ച് പാടല്ലേ? അപ്പൊ കാഞ്ചി അവരുടെ മുയില നയ